ആരോഗ്യവകുപ്പിന്റെയും സർക്കാർ ആശുപത്രികളുടെയും അനാസ്ഥ വെളിവാക്കുന്ന ഒരു സംഭവം കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പുതിയ പരാതി വന്നിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഗൃഹനാഥന്റെ കയ്യിലെ മുറിവിൽ നിന്നും ചില്ല് കഷ്ണങ്ങൾ നീക്കം ചെയ്യാതെ മുറിവ് വെച്ചുകെട്ടി തുന്നിവിട്ടു എന്നാണ് പരാതി. തുറവൂർ വളമംഗലം സ്വദേശി രാധാകൃഷ്ണപിള്ളയാണ് ചികിത്സാ പിഴവ് കാരണം ദുരിതമനുഭവിച്ചത്. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷവും വേദന കുറയാതെ വന്നതിനെ തുടർന്നും മുറിവ് കരിയാതെ വന്നതോടെയും രാധാകൃഷ്ണപിള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് നടന്ന പരിശോധനയിലാണ് മുറിവിനുള്ളിൽ ചില്ല് കഷ്ണങ്ങൾ ഉള്ളതായി കണ്ടെത്തിയത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ 5 ചില്ല് കഷ്ണങ്ങൾ പുറത്തെടുത്തു. മുറിവ് തുന്നിക്കെട്ടി 63 ദിവസത്തിന് ശേഷമാണ് ചില്ല് കഷ്ണങ്ങൾ പുറത്തെടുത്തത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. പ്രസ് മീറ്റ് നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ ഡോക്ടർമാരുടെ മുഖം മറച്ച് മേശപ്പുറത്ത് കയറി ഇരുന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, ജില്ലാ പ്രസിഡന്റ് പ്രവീൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. മെഡിക്കൽ കോളേജിന് പുറത്തും പ്രതിഷേധം നടക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മുൻ പോലീസുകാരനുമായ സ്പീക്കർ ഫിലിപ്പ് മമ്പാടിനെതിരെ പോക്സോ കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി. നിലമ്പൂർ ഡിവൈഎസ്പി വി ലതീഷിനാണ് അന്വേഷണ ചുമതല. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. ഫിലിപ്പ് മമ്പാടിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കരുതിക്കുട്ടിയാണ് പെൺകുട്ടിയെ പ്രതി കൊണ്ടുപോയതെന്നും സംഭവത്തിന് പിന്നാലെ അതിജീവിതയുടെ കുടുംബവുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേരള സ്റ്റോറിക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബീഫ് ഫെസ്റ്റ് നടത്താനുള്ള SFIയുടെ തീരുമാനത്തെ വിമർശിച്ച് MSF. RSSനെ നേരിടാൻ സാധാരണ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്. ബീഫ് ഫെസ്റ്റ് നടത്തിയാൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം ഒപ്പം നിൽക്കുമെന്ന തെറ്റിദ്ധാരണ CPMന് ഇപ്പോഴുണ്ടോ എന്ന് നജാഫ് ചോദിക്കുന്നു. വിശ്വാസവും വർഗീയതയും കമ്മ്യൂണിസ്റ്റുകാരന് ഒരുപോലെയാണെന്ന് നജാഫ് ആരോപിച്ചു. വിശ്വാസികളെല്ലാം വർഗീയവാദികളാണെന്ന ധാരണ സൃഷ്ടിക്കുന്നത് ശരിയല്ല. കേരളത്തിൽ ഹൈന്ദവരിൽ ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട്. കഴിക്കുന്നവർ കഴിക്കട്ടെ, അത് നിഷിദ്ധമാണെന്ന് വിശ്വാസപൂർവ്വം കരുതുന്ന ഒരു ചെറിയ വിഭാഗം വിശ്വാസികളുണ്ടെങ്കിൽ അവരെയും ബഹുമാനിക്കണം. ഗോമാംസം നിഷിദ്ധമാണെന്ന് കരുതുന്ന വിശ്വാസികൾക്ക് മുന്നിൽ ബീഫ് ഫെസ്റ്റ് നടത്തി അവരുടെ വികാരം വ്രണപ്പെടുത്തരുതെന്നും വിശ്വാസികളെല്ലാം RSS അല്ലെന്നും നജാഫ് കുറിച്ചു. കൊല്ലത്ത് KSRTC കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചു. വാതിൽപ്പടിയിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനാണ് കണ്ടക്ടറെ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിച്ചത്. അക്രമി കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലാണ് സംഭവം. കണ്ടക്ടറുടെ പരാതിയിൽ മർദ്ദിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.